ദൈവനാമത്തിനും ദൈവവചനത്തിനും എപ്പോഴും മഹത്വമുണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ദൈവത്തോട് ചേർന്ന് നിന്ന് പുതിയൊരു പ്രഭാതം നമുക്ക് തന്നതിനും പുതിയൊരു ദിവസത്തിൽ ഈശോയുടെ കൂടെ ആയിരിക്കുവാനും അവസരം നൽകിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ തിരുവചനം ശ്രവിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 147 സങ്കീർത്തനം 12-13 തിരുവചനങ്ങളാണ്. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക, സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ പേര് ചൊല്ലി വിളിച്ച നമ്മളെ ഓരോരുത്തരെയും ഇങ്ങനെയാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ദിവസം ഒരനുഗ്രഹമായിരിക്കും. നീയും നിന്റെ മക്കളും ദൈവസന്നിധിയിൽ ഒരു അനുഗ്രഹമായിരിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വിശ്വസിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ഓടി നടക്കുന്നതിന് പകരം നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവിയുടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്ന് അറിയപ്പെടുവാൻ കാരണമായത് നിങ്ങളൊരു അനുഗ്രഹമായിട്ടാണ്. അബ്രാഹത്തിൻ്റെ അനുഗ്രഹം എന്നെ പിന്തുടരുന്നതിനാൽ, യേശുക്രിസ്തുവിലൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായതിനാൽ, ഞാൻ ഈ ഭൂമിയിൽ ഒരനുഗ്രഹമാണെന്ന് എത്ര പേർ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ പ്രഖ്യാപിക്കുന്നു, അവൻ ഇന്നത്തെ ദിവസം മുതൽ മരണം വരെ ഒരനുഗ്രഹമായി തന്നെ തീരും. കാരണം അവൻ ആത്മാവിലാണ് പ്രാർത്ഥിക്കുന്നത്. ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ജഡത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല. അവൻ്റെ ആത്മാവിന് വളരെ വ്യക്തമായിട്ടറിയാം അവൻ ഭൂമിയിലായിരിക്കുന്നത് ഒരനുഗ്രഹമായിട്ടാണ്. എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു ദൗത്യമുണ്ട്. ആ ദൗത്യവാഹകനായി ഞാൻ നിൽക്കുന്നത് ഒരനുഗ്രഹമായിട്ടാണെന്ന് മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതവും അനുഗ്രഹപ്രദമായി മാറും. നിങ്ങൾ ഓരോ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഒരു പ്രശ്നം വരും. വീണ്ടും അതിനു വേണ്ടിയായിരിക്കും പ്രാർത്ഥന. അതേസമയം ദൈവസന്നിധിയിൽ, കർത്താവേ, ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരനുഗ്രഹമാണ്, അബ്രാഹത്തിൻ്റെ അനുഗ്രഹം എന്നെ പിന്തുടരുന്നു, ആയതിനാൽ ഞാൻ തന്നെ ദൈവസന്നിധിയിൽ ഒരനുഗ്രഹമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളോ ദുരിതങ്ങളോ ക്ലേശങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയാലും അനുഗ്രഹത്താലും നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ ഒരനുഗ്രഹമായി മാറട്ടെ. നിങ്ങൾ തന്നെ ദൈവസന്നിധിയിൽ ഒരനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ കുടുംബം അനുഗ്രഹമായി മാറട്ടെ. മക്കൾ അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ ജോലി മേഖലകൾ അനുഗ്രഹമായി മാറട്ടെ. യേശുക്രിസ്തു എപ്പോഴും നിങ്ങളുടെ കൂടെ ഒരനുഗ്രഹമായി ഉണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.